പ്രിയ, കൈപ്പട്ടൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നോൺ വൊക്കേഷണൽ കൊമേഴ്സ് ടീച്ചറാണ്. അപ്പം ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് ഫസ്റ്റ് ഇയർ മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്റർ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമുക്ക് കണ്ടു കാണും. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ പോയിൻ്റായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മനുഷ്യ വിഭവ മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിലെ മനുഷ്യരാണ്, പീപ്പിൾസ് ആണ്, അതായത് സ്റ്റാഫാണ് ഒരു സ്ഥാപനത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പണമുണ്ട്, മെറ്റീരിയലുണ്ട്, മെഷീൻസ് ഉണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അവിടുത്തെ മെൻ എന്ന് പറയുന്നത്, ജീവനക്കാർ. അപ്പോൾ ഈ ജീവനക്കാരെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ജീവനക്കാരെന്ന് പറയുമ്പോൾ ഇത് ടോപ്പ് ലെവലാകാം, മിഡിൽ ലെവലാകാം, ലോവർ ലെവലാകാം. ഇവരെ എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതും അവിടുത്തെ മനുഷ്യ വിഭവത്തെ എത്രത്തോളം പരമാവധി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് എങ്കിൽ മാത്രമേ നമുക്ക് മറ്റു വിഭവങ്ങളെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് പോയിന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. മൂന്നാമത്തെ പോയിൻ്റാണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്. മൂന്നാമത്തെ പോയിന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. പീപ്പിൾ ആർ ദ മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. They are the only active and dynamic factor of the production. മനുഷ്യരാണ് ഒരു സ്ഥാപനത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സസ്. അവരാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും അവരാണ്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അതർ ഫാക്ടേഴ്സ് ലൈക്ക് മെറ്റീരിയൽസ്, മണി ആൻഡ് മെഷീൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി ഓഫ് ദ എംപ്ലോയീസ്. ഈ എംപ്ലോയീസിൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ചാണ് മറ്റ് ഫാക്ടേഴ്സിൻ്റെ എല്ലാം പ്രവർത്തനം, അതിൻ്റെ എല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ. Human resource includes all human elements such as top level manager, executives, supervisors and other subordinates. So human resource management is a very active and very valuable resources of an organization. Next point, human resource management human resource manager functions എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ മാനേജീരിയൽ ഫങ്ഷൻസ്, സെക്കൻഡ് വൺ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. മാനേജീരിയൽ ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. മാനേജീരിയൽ ഫങ്ഷൻസ് ഇൻക്ലൂഡ്സ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ. മാനേജീരിയൽ ഫങ്ഷൻസ് ആണല്ലോ നമുക്കറിയാം. മാനേജീരിയൽ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ് മാനേജീരിയൽ ഫങ്ഷൻസിൽ നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ നമ്മുടെ മാനേജീരിയൽ ഫങ്ഷൻസ്, ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ചെയ്യേണ്ടുന്ന ഫങ്ഷൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സിനെ ഡയറക്റ്റ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുക. സോ നോട്ട് സ്റ്റാഫിംഗ്. ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാനിങ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സിനെ ഓർഗനൈസ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സിനെ ഡയറക്റ്റ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ. ഇതാണ് മാനേജീരിയൽ ഫങ്ഷൻസ് ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ HR മാനേജർ എന്ന് പറയും, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. നമ്മളെല്ലാ സ്ഥാപനത്തിലും, നമ്മൾ മിക്ക സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴും നമുക്കറിയാം അവിടെ എല്ലാം ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഉണ്ടാവും. അവിടുത്തെ ജീവനക്കാരുമായിട്ട് സംബന്ധിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാനേജർ. അദ്ദേഹത്തിൻ്റെ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രവർത്തനപരമായിട്ട് നടത്തുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് മാൻ പവർ എത്രത്തോളം വേണം, അവരെ എങ്ങനെ, മാൻ പവറിനെ എത്രത്തോളം വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ മാൻ പവറിനെ നമ്മൾ എവിടെ നിന്നൊക്കെ എങ്ങനെ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരും, അതാണ് ചെയ്യുന്നത്. രണ്ട്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കുക. നെക്സ്റ്റ് വൺ, കോമ്പൻസേഷൻ, മീൻസ് അവരുടെ റെമ്യൂണറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫോർത്ത് വൺ, മെയിൻ്റനൻസ് ഓഫ് എംപ്ലോയീസിനെ ആ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഫിഫ്ത്ത് വൺ, പേഴ്സണൽ റെക്കോർഡ്സ്, അവരുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൂക്ഷിക്കുക, അവരുടെ ഡീറ്റെയിൽസ്. സിക്സ്ത് വൺ, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, വ്യാവസായികമായിട്ടുള്ളൊരു ബന്ധം, എംപ്ലോയി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ആൻഡ് ദ സെവൻത് വൺ ഈസ് ടെർമിനേഷൻ, അവരുടെ റിട്ടയർമെൻറ്റും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. ഇതെല്ലാമാണ് ഒരു HR മാനേജർ ഒരു ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്.
HR മാനേജറുടെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് മാനേജീരിയൽ ഫംഗ്ഷൻസ്, രണ്ട് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ്. അപ്പം നമുക്ക് മാനേജീരിയൽ ഫംഗ്ഷൻസിലേക്ക് തന്നെ പോകാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. മാനേജീരിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് ആണ്, ഭാവിയെ കുറിച്ച് കാണുന്നതാണ്, മുൻകൂട്ടി കാണുന്നതാണ്. അപ്പോൾ ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള മാൻ പവർ ഏതൊക്കെയാണ്, എത്രത്തോളം മനുഷ്യരെ വേണം, എത്രത്തോളം ജോലിക്കാരെ വേണം എന്ന് കണ്ടെത്തുക. അവരെ എങ്ങനെ നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്, എത്രത്തോളം ആൾക്കാർ വേണം എന്ന് പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹിയർ പ്ലാനിങ് മീൻസ് മാൻ പവർ പ്ലാനിങ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ പ്രയത്നത്തെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. മാൻ പവർ പ്ലാനിങ് മീൻസ് ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ മാൻ പവർ നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഭാവിയിൽ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് ആവശ്യമുള്ള എത്രത്തോളം ജീവനക്കാർ വേണമെന്ന് തീരുമാനിക്കുക. ഹൗ മെനി എംപ്ലോയീസ് ആർ റിക്വയർഡ് ഫോർ ആൻ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിലേക്ക് എത്ര എംപ്ലോയീസിനെ വേണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ്. സിമ്പിളായിട്ട് സ്ഥാപനത്തിലേക്കുള്ള ജീവനക്കാർ എത്ര വേണം എന്ന് തീരുമാനിക്കുക. ജീവനക്കാർ എത്ര വേണം. സെക്കൻഡ് വൺ ഓർഗനൈസ്. ഹ്യൂമൻ റിസോഴ്സിനെ ഓർഗനൈസ് ചെയ്യുക. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാനിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഓർഗനൈസിംഗ് ആണ്. പ്ലാൻ ചെയ്ത് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തു. ഇനി അടുത്തപ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്തു, മാൻ പവറിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഓരോരുത്തർക്കും എന്ത് ജോലി കൊടുക്കും, അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മളൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമുക്കൊരു ഓർഗനൈസേഷൻ്റെ ഒരു ഘടന ഇവിടെ ഉണ്ടാകുന്നത്. സോ സെക്കൻഡ് വൺ ഓർഗനൈസിംഗ്. വൺസ് ദ മാൻ പവർ പ്ലാനിങ് ഈസ് ഡൺ, ഒരിക്കലും ഒരു മാൻ പവർ പ്ലാനിങ് നടന്നാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് അലോക്കേറ്റ് ദ ജോബ് ബൈ ഫിക്സിംഗ് ദ റെസ്പോൺസിബിലിറ്റി. ജോബിനെ നമ്മൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, അവർക്ക് വീതിച്ചു കൊടുക്കും. ഇന്ന ആളിൻ്റെ ജോലിയാണ്, ഇന്ന ആൾക്ക് ഇന്ന ജോലിയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അതുകൂടാതെ അവർക്ക് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വവും കൂടെ അവർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. The personal manager must design and develop an organizational structure to carry out the various operations. വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഘടന അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓർഗനൈസിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഹ്യൂമൻ റിസോഴ്സിനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറുടെ തേർഡ് പോയിന്റ് ഡയറക്റ്റിംഗ്. ഹ്യൂമൻ റിസോഴ്സിനെ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനേജീരിയൽ ഫംഗ്ഷനകത്ത് നമ്മൾ പഠിച്ചതാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവർക്കുള്ള വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുക. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഈസ് മീൻ ടു ഗൈഡ് ആൻഡ് മോട്ടിവേറ്റ് പീപ്പിൾ ടു അക്കംപ്ലിഷ് പേഴ്സണൽ പ്രോഗ്രാംസ്. അവരുടെ ഓരോരുത്തർക്കും അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഗൈഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. The personal manager can motivate the employees in the organization. എങ്ങനെയൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യപ്പെടാം? കരിയർ പ്ലാനിങ്, അവരുടെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷന്, അവരുടെ എംപ്ലോയീസിന് മൊറൈൽ കൊടുക്കുക അല്ലേ, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക. ഇതെല്ലാം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട അവരുടെ ജോലി ചെയ്യുന്ന, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ എന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് കൺട്രോളിങ്. കൺട്രോളിങ് പ്ലാൻ അനുസരിച്ച് തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്ര പേര് വേണം, ഓരോരുത്തർ എന്തൊക്കെ ജോലി ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. അത് പ്ലാൻ അനുസരിച്ച് തന്നെ നടന്നു എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോസസ്സാണ്. അതെങ്ങനെ നമ്മൾ അറിയും? അപ്പം നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ഇപ്പം നടന്ന വർക്കുമായിട്ട് നമ്മളൊന്ന് വർക്കിനെ നമ്മൾ നടക്കും. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ട് ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതിനകത്ത് എന്തൊക്കെയോ വേരിയേഷൻ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് നടപടികൾ, ആക്ഷൻസ്. സോ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ അതാണ്. കൺട്രോളിംഗ് ഈസ് കൺസേൺ വിത്ത് ദ റെഗുലേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലാൻസ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതിനനുസരിച്ച് തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് കൺട്രോളിംഗ്. So it includes setting up of the reasonable and attainable standard of performance. നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. നേടിയെടുക്കാൻ പറ്റാത്ത, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരാൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് മെഷർമെന്റ് ഓഫ് ദി ആക്ച്വൽ പെർഫോമൻസ്. യഥാർത്ഥ പെർഫോമൻസിനെ, യഥാർത്ഥ ജോലിയെ നമ്മൾ അവിടെ അളന്നു വെക്കും. Comparing the actual performance with the standard performance. ഇത് തമ്മിൽ കമ്പയർ ചെയ്യും. ആൻഡ് ദ
ഫോർത്ത് വൺ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഇത് കൺട്രോളിംഗ് എന്ന് പറയുന്നത് എവിടെയായാലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് ഹ്യൂമൻ റിസോഴ്സ് ആകുമ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന ജോലിയെ നമ്മുടെ പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, അയാളുടെ ജോലികളൊക്കെ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മേഖലയിലായാലും ഈ പറയുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എല്ലാ മാനേജ്മെൻറ്റിലും ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലായാലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലായാലും പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിലായാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ അതത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മാനേജീരിയൽ ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്തതായിട്ട് നമുക്കുള്ളത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രൊക്യൂർമെന്റ് ഓഫ് മാൻ പവർ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, മെയിൻ്റനൻസ് ഓഫ് എംപ്ലോയീസ്, പേഴ്സണൽ റെക്കോർഡ്സ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആൻഡ് കോർഡിനേഷൻ. ഓപ്പറേറ്റീവ് ഫങ്ഷനിലെ ഫസ്റ്റ് പോയിന്റ് പ്രൊക്യൂർമെന്റ് ഓഫ് മാൻ പവർ. മാൻ പവർ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ കണ്ടെത്തുക. Procurement of manpower means acquiring the manpower required for an organization. ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള ജീവനക്കാരെ നമ്മൾ നേടിയെടുക്കുക, അക്വയർ. പ്രൊക്യൂർമെന്റ് ഫംഗ്ഷൻ ഇൻവോൾവ്സ്, അതിനകത്ത് എന്തൊക്കെ ഒരു അപ്പം എങ്ങനെ നേടിയെടുക്കുന്നത്? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അപ്പോയിൻമെന്റ്, ഈ പറയുന്ന രീതിയിൽ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് വേണ്ടുന്ന ജീവനക്കാരെ പ്രൊക്യൂർ ചെയ്യുന്നു, നേടിയെടുക്കുന്നു. സെക്കൻഡ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പം അങ്ങനെ ജീവനക്കാരെ നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് കിട്ടിയാൽ ആ ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുക. നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമായി അവരുടെ സ്കില്ലും പ്രൊഫഷൻസിയും ഒക്കെ വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ, അവരുടെ ഉള്ള കഴിവ് ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കണം. അപ്പോൾ ആഫ്റ്റർ പ്ലേസ്മെന്റ് എംപ്ലോയീസ് മസ്റ്റ് ബി ഗിവൻ പ്രോപ്പർ ട്രെയിനിങ് ടു ഇൻക്രീസ് ദെയർ സ്കിൽ ആൻഡ് എഫിഷ്യൻസി അറ്റ് വർക്ക്. അവരുടെ വർക്കിലെ സ്കില്ലും എഫിഷ്യൻസിയും കുറച്ചുകൂടെ, അങ്ങനെ ഉണ്ടായിട്ടാണ് അവരെ നമ്മൾ എടുത്തത്, അവരുടെ സ്കില്ലും എഫിഷ്യൻസിയും കുറച്ചുകൂടെ നമുക്കൊന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി, നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അവരുടെ എല്ലാ കഴിവുകളും, അവരുടെ ആർജിച്ചിരിക്കുന്ന അവരുടെ കഴിവുകളെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, കുറച്ചും കൂടി വികസിപ്പിക്കാൻ, കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ ഒക്കെയാണ് ഡെവലപ്മെന്റ്. But development is concerned with the growth of an employee in all aspects. എല്ലാ രീതിയിലും അവനെ ഒന്ന് ഉയർത്തിയെടുക്കാൻ, അവനൊരു വളർച്ച ഉണ്ടാക്കുന്നതിനെയാണ് അവൻ എന്തെന്ന് വിളിക്കുന്നത് ഡെവലപ്മെന്റ്. അപ്പോൾ അവൻ ആ പർട്ടിക്കുലർ സ്കില്ലിലാവണമെന്നില്ല, അല്ലേ? അവൻ്റെ കഴിവുകളെ ഒന്ന് അവൻ്റെ എല്ലാ രീതിയിലുള്ള, അവൻ്റെ പേഴ്സണാലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലും അവനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഡെവലപ്മെൻറ്റും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സെക്കൻഡ്. 3 കോമ്പൻസേഷൻ. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കണം. അവർക്ക് വേണ്ടുന്ന വേതനം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലേ? അത് ആരുടെ ജോലിയാണ്? ഒരു ഫിനാൻസ് മാനേജറുടെ, ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷൻ. എംപ്ലോയീസ് മസ്റ്റ് ബി പ്രോപ്പർലി റെമ്യൂണറേറ്റഡ്. അവർക്ക് അവരുടെ കഴിവിന്, അവരുടെ യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള റെമ്യൂണറേഷൻ, പ്രോപ്പറായിട്ടുള്ള റെമ്യൂണറേഷൻ എംപ്ലോയീസിന് നൽകണം. This function deals with the determination of the remuneration. അത് തന്നെയാണ് പറഞ്ഞത്, എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷൻ എത്രയാണെന്ന് തീരുമാനിക്കുന്നതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വരും. 4ാമത്തെ പോയിന്റ് മെയിൻ്റനൻസ് ഓഫ് എംപ്ലോയീസ്. എന്താ മെയിൻ്റനൻസ് ഓഫ് എംപ്ലോയീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? എംപ്ലോയീസിനെ അവിടെ സ്ഥിരമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകണം, അല്ലേ? അപ്പോൾ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവരെ ആ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്തത്തക്ക രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അല്ലേ? അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ്റനൻസ് ഓഫ് എംപ്ലോയീസ്. അതും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഫംഗ്ഷനാണ്. ദ എംപ്ലോയീസ് മസ്റ്റ് ബി പ്രൊവൈഡ് വിത്ത് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പോൾ അവർക്ക് നല്ലൊരു ജോലി സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കണം. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ സർട്ടൻലി ഇൻഫ്ലുവൻസ് എന്തിനെയാണ്? മോട്ടിവേഷൻ ആൻഡ് മൊറൽ ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ മോട്ടിവേഷൻ, അയാൾ എങ്ങനെ അവിടെ സ്ഥാപനത്തിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് നിർത്തപ്പെടുന്നു, അല്ലേ? അതിനെ ആശ്രയിച്ചാണ് ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ എന്നുകൊണ്ട്. അപ്പോൾ അയാളെ അവിടെ ഒരു ജീവനക്കാരനെ ഒരു സ്ഥാപനത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവനക്കാർ ഒരു സ്ഥാപനത്തിൽ നിലനിൽക്കാതെ പോയാൽ എന്താ കുഴപ്പം? വീണ്ടും ആദ്യം മുതൽ മാൻ പവർ റിക്രൂട്ട്മെന്റ് നടത്തും, മാൻ പവർ പ്ലാനിങ് നടത്തി റിക്രൂട്ട് ചെയ്തൊക്കെ കൊണ്ടുവരേണ്ടി വരും, അല്ലേ? അവരെ വീണ്ടും നമുക്ക് ഒരുപാട് ചിലവാണ്. ഒരാളിനെ വീണ്ടും നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് അപ്പോയിന്റ് ചെയ്ത് അവർക്ക് വരുന്ന ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് വീണ്ടും കൊണ്ടുവരണം. അപ്പോൾ ജോലി പഠിച്ചെടുക്കാൻ കുറച്ച് സമയം ഒക്കെ വേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കുക. അങ്ങനെയുള്ള ടെനുവർ അവിടെ ഒഴിവാക്കാൻ വേണ്ടി ആ എംപ്ലോയീസിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക. മെയിൻ്റനൻസ് ഓഫ് എംപ്ലോയീസ് അതൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. പേഴ്സണൽ റെക്കോർഡ്സ്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ജോലിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് അവിടെയുള്ള സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്.
The human resource department must maintain a record of the employees working in the organization. Organization ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. The record must contain the details about the employees' training, their achievements, transfer, etc. ഇപ്പോൾ എംപ്ലോയീസിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമോ അവാർഡോ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതണം. അവരുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എഴുതണം. അല്ലേ? ആ ജീവനക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒരു റെക്കോർഡായിട്ട് നമ്മൾ ആ സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കണം, ഓരോ ജീവനക്കാരുടെയും. അല്ലേ? അത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ധർമ്മമാണ്. നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അതിനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് എ പേഴ്സണൽ മാനേജർ ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയീസ്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ടുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്ക് തന്നെയാണ്? ഒരു പേഴ്സണൽ മാനേജർക്ക് തന്നെയാണ്, ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ജോലിയാണിത്. The employees must be properly remunerated, provided with good working conditions, given chances for career development. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരിക്കലും ഒരു സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള റെമ്യൂണറേഷൻ കൊടുക്കണം. എല്ലാ പ്രശ്നം ഉണ്ടാകുന്ന റെമ്യൂണറേഷൻ കുറയുമ്പോഴൊക്കെയാണ്. അല്ലേ? അപ്പോൾ റെമ്യൂണറേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുക, അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക. അല്ലേ? അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ആ സ്ഥാപനം ഒരുക്കി കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ്, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ടെർമിനേഷൻ. ടെർമിനേഷൻ അവരുടെ സ്ഥാപനത്തിൽ സേവനം കഴിഞ്ഞ് അവർ പുറത്തു പോകുന്ന അവസ്ഥ. അല്ലേ? ഒരു നിശ്ചിതമായിട്ടുള്ള ഗവൺമെൻറ് നിയമങ്ങൾക്കനുസരിച്ച്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിലവിലിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ അവർ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു വരും. അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പേഴ്സണൽ മാനേജർ ടു ഫ്രെയിം ദ ടെർമിനേഷൻ പോളിസി. അപ്പോൾ ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവരെ എത്ര വർഷമാകുമ്പോൾ ടെർമിനേറ്റ് ചെയ്യണം, അതൊക്കെ ഓഫ് ദി ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷൻ ഫ്രെയിം ചെയ്ത് വെക്കണം, നേരത്തെ അങ്ങനെ തീരുമാനിക്കണം. ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി. ഓരോ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ഒരു ടെർമിനേഷൻ പോളിസി ഫ്രെയിംവർക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് തന്നെയാണ്. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് പ്രധാനമായും 2 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് മാനേജീരിയൽ ഫംഗ്ഷൻസും 2 ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻറ്റ് കൂടിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറയാൻ കാര്യം അവിടുത്തെ ഹ്യൂമൻ എലമെൻറ്റ്, ജീവനുള്ള ഒരു ബിസിനസ്സിൻ്റെ ഫാക്ടറിനെ കൈകാര്യം ചെയ്യുന്ന മാനേജ്മെൻറ്റ് കൂടിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസൈൻമെൻ്റ് ആണ് ഇനിയുള്ളത്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി the important functions performed by a human resource manager. The human resource manager perform ചെയ്യുന്ന functions എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ബ്രീഫായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.